റബീഉൽ അവ്വൽ 12 സംഭവിച്ചു എന്ന് ഉറപ്പുള്ള മറ്റൊരു കാര്യമുണ്ട്. റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പണ്ഡിതന്മാർക്കിടെ വലിയ ഖിലാഫുണ്ട്. എന്നാൽ റബീഉൽ അവ്വൽ 12 സംഭവിച്ചു എന്ന് ചരിത്രത്തിൽ ഏതാണ്ട് ഉറപ്പുള്ള ഇജ്മാഅ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞ, ഏകാഭിപ്രായമുള്ളത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. ഏതു വഫാത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉസീബ അഹദുക്കും ബിമുസീബ ഫലിയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ അഅ്ദമുൽ മസായിബ്. നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിപത്ത്, ദുഃഖകരമായ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ എന്നെ കൊണ്ട് അവന് സംഭവിച്ച പ്രയാസം അവൻ ഓർക്കട്ടെ. എന്താ എന്നെ കൊണ്ട് സംഭവിച്ച പ്രയാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. അവിടുന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുസീബത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിജ്റ വർഷം നിശ്ചയിക്കുന്ന കാര്യത്തിൽ സഹാബികൾക്കിടയിൽ ചർച്ചയുണ്ടായപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു അവിടുന്ന് വഫാത്തായ ദിവസം നിശ്ചയിക്കാം. അവർ ആ അഭിപ്രായം സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഓരോ സന്ദർഭത്തിലും ഓർക്കേണ്ടി വരിക എന്നത് നമുക്ക് പ്രയാസകരമാണ്. നമുക്ക് നിങ്ങൾ ഈസാ നബിയുടെ അനുയായികൾ അവരുടെ വർഷം കണക്കാക്കുന്നത് അദ്ദേഹം മരിച്ച സമയം കൊണ്ടാണ്. നസാറാക്കൾ അവർ പറയുന്ന ഈസാ നബി മരിച്ചു എന്ന് പറയുന്നത് അത് കളവാണ്, അത് വേറെ വിഷയം. എന്നാൽ മുസ്ലിമീങ്ങൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അറിയിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയം അവരുടെ വർഷം തിരഞ്ഞെടുക്കാനുള്ള സമയമായി നിശ്ചയിച്ചില്ല. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസമാണ് റബീഉൽ അവ്വൽ 12. നീ ആലോചിക്കുക, നീ റോട്ടിൽ കിടന്ന് ഈ തുള്ളുന്നത്, നീ കിടന്ന് അട്ടഹസിക്കുന്നത്, ഈ ഒച്ച വെച്ച് പാട്ടുപാടി കുട്ടികളെയും ഇറക്കി ജാഥ നടത്തുന്നത്, ഈ കണ്ട കളികളും തമാശകളും എല്ലാം നീ നിർവഹിക്കുന്നത്, നിൻ്റെ മദ്രസയിൽ സ്റ്റേജ് കെട്ടി പാട്ട് പാടിക്കുന്നത് ഏത് ദിവസമാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമാണ്. എന്നിട്ട് നീ പറയുന്നു നീ റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. എന്ത് അർത്ഥമാണ് ഈ പറഞ്ഞതിനുള്ളത്? എന്ത് യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞതിലുള്ളത്? നിൻ്റെ മനസ്സിൽ ഒരു തരിമ്പ് സ്നേഹം നിനക്ക് ബാക്കിയുണ്ടായിരുന്നു എങ്കിൽ ആ ദിവസത്തിൽ നീ ഈ തോന്നിവാസം കാണിക്കില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ് കാര്യം. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ, മസ്ദാദ സാഹിബു ബിദ്അത്തിൻ ഇജ്തിഹാദൻ സിയാമൻ വലാ സലാത്തൻ ഇല്ല ഇസ്ദാദ മിനല്ലാഹി ബുഅദ. ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് പോലുള്ള സഹാബിമാർ പറഞ്ഞ വാക്കാണത്. ബിദ്അത്തുകാരൻ അവൻ്റെ ബിദ്അത്ത് അധികരിപ്പിക്കുന്നതിനനുസരിച്ച്, നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ എന്താകട്ടെ, അവൻ കൂടുതൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിൽ നിന്ന് കൂടുതൽ അകലാതിരിക്കുകയില്ല. കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ അള്ളാഹിൻ്റെ നകുന്നുകൊണ്ടിരിക്കും. നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർക്കിടെ ഇത്ര അഭിപ്രായം വേറുണ്ട്. റബീഉൽ അവ്വൽ 8 ഉണ്ട്, 18 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 10 ഉണ്ട്, 18 ഉണ്ട്. ഈ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടായിട്ടും അവർ ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏതാണ്ട് ഇജ്മാഉള്ള. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം പറഞ്ഞു, കാദ അൻ യകൂന ഇജ്മാഅൻ. വളരെ ഒറ്റപ്പെട്ട ചില ആളുകളുടെ അഭിപ്രായ വ്യത്യാസം എടുത്തു മാറ്റിയാൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുള്ള കാര്യമാണ് അവിടുന്ന് വഫാത്തായ ദിവസം റബീഉൽ അവ്വൽ 12. ആ ദിവസം തന്നെയാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്. എന്തിന് മസ്ജിദുകളിൽ ഇവർ നോക്കി വായിക്കാറുള്ള നബാത്തി ഖുതുബ എന്താ അതിൽ പറയുന്നത്? ആദ്യത്തെ 2 ആഴ്ചകളോ മറ്റോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ചരിത്രമാണ് അതിൽ വായിക്കുന്നത്. അത് കേട്ട് അത് പ്രസംഗിച്ചിട്ട് അതേ ആളാണ് ഈ പോയിട്ട് ആഘോഷിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, എത്ര വികൃതമാണ് ബിദ്അത്തുകളുടെ അവസ്ഥ, എത്ര വികൃതമാണ്, എത്ര ഭംഗിയില്ലാത്ത, എത്ര യോജിക്കാത്ത കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായ ദിവസമാണ് നീ ആഘോഷിക്കുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുക. എന്നിട്ട് നീ പറയുന്നു നീയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്, മറ്റുള്ളവർക്ക് സ്നേഹമില്ല എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്നെക്കാൾ വലിയ വിഡ്ഢിത്തരത്തിൽ അകപ്പെട്ട വേറെ ഏത് മനുഷ്യനുണ്ടാവും?